തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ 24 വാർത്ത നിയമസഭയിൽ ഉമാ തോമസ് ആണ് വിഷയം ഉന്നയിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആയതിന്റെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, 24 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിലിപ്പോൾ ഡോക്ടർക്ക് പിഴവ് പറ്റി എന്ന തരത്തിലേക്കാണോ? എന്താണ് സഭയിൽ മന്ത്രി അറിയിച്ചത്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് 24 പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഡോക്ടർക്ക് പിഴവ് പറ്റിയെന്ന് മന്ത്രി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻപ് ഈ മാധ്യമങ്ങളോട് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ തന്നെ മാത്രമേ ഇപ്പോൾ ഈ നിയമസഭയിൽ മറുപടിയായും പറയുന്നുള്ളൂ. ഏതെങ്കിലും നിലയിൽ ആ ഡോക്ടറുടെ പിഴവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും അതിൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ അവിടെ തന്നെ ആശുപത്രി തലങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നടപടിയെടുക്കും. ഇത് ഈ ഗൈഡ് വയർ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിയെന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ മറുപടി പറയുന്നത് ഈ ഗോയിറ്റർ എന്ന രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സയ്ക്കെത്തി. അതിനുശേഷം അവിടെ നിന്നുമാണ് ഇത്തരത്തിൽ 2023 മാർച്ച് 30 ഡിസ്ചാർജ് ചെയ്തത്. പിന്നീട് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്കിടെയാണ് ഗൈഡ് വയർ കണ്ടെത്തിയത്. ഗൈഡ് വയർ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല എന്ന് കണ്ടെത്തിയെങ്കിൽ പോലും പിന്നീട് വീണ്ടും അതിനൊരു അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. വിദഗ്ധ സമിതിയിൽ നിരവധി വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം നടത്തിയത്. അതിന് പിന്നാലെ സുമയ്യയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായ ഡോക്ടർമാർ ഉൾപ്പെടെ മുൻപിൽ വന്ന് മൊഴി നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിൽ പിഴവ് ഡോക്ടർക്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം മന്ത്രി ഇതിൽ വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല ഇതിലേതെങ്കിലും തരത്തിൽ ശരീരത്തിൽ നിന്ന് ഈ ഗൈഡ് വയർ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള തുടർ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഒപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായാൽ അതിൽ മതിയായ ഇടപെടൽ ഉണ്ടാകും. പരാതികൾ ഉൾപ്പെടെ വന്നാൽ ഗൗരവത്തിൽ പരിശോധിക്കും. ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരാതികളിൽ ആശുപത്രി തലങ്ങളിൽ തന്നെ നടപടിയെടുത്തിട്ടുണ്ട്. ഇനിമേലിൽ അത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഉണ്ടാകും എന്നുമാണ് മന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. അനുജ, ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയുടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ വാർത്ത അത് 24 ആണ് പുറത്ത് എത്തിച്ചത്. ആ വാർത്തയാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ആരോഗ്യമന്ത്രിയുടെ മറുപടി അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉണ്ടാകുമെന്നതാണ്. പക്ഷേ ഡോക്ടർക്ക് പിഴവ് പറ്റി എന്നുള്ളത് മറുപടിയിൽ മന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.